ഏറ്റവും ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുക. ഇനീഷ്യൽ വയബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ആദ്യം വേണ്ട എന്താണോ യൂസേഴ്സിന് വേണ്ടി അത് ചെയ്യാം. ആരാണ് ഈ സ്മോൾ സ്കെയിൽ ബിസിനസ്? അവരെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ? നമ്മൾ വൺ ടൈം ഇതിനൊരു എഫേർട്ട് എടുത്ത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എത്ര കാലം വേണോ ഇത് റൺ ചെയ്യാൻ പറ്റും, അത് അത്രയും റൺ ചെയ്തുകൊണ്ടിരിക്കാം. നമ്മളൊരു സംസാരിക്കുന്ന ഒറ്റ ടൈം മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൂ. ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ലേണിംഗിൽ സ്മോൾ സ്കെയിൽ ബിസിനസ് എങ്ങനെ റൺ ചെയ്യാം, ആരൊക്കെയാണ് ഈ സ്മോൾ സ്കെയിൽ ബിസിനസ്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹൈ, മൈസെൽഫ് നിഹാൽ ആൻഡ് ദിസ് ഇസ് അൻഷിത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ്ലി ഞാൻ ആസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആരാണ് ഈ സ്മോൾ സ്കെയിൽ ബിസിനസ്? അവരെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? അവർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ഒന്ന് സ്റ്റാർട്ടിങ് ചെയ്യുന്ന ആൾക്കാരെ, ഇപ്പോൾ വെൽ പ്ലാൻഡ് അല്ലാതെ ഒരു ഫസ്റ്റ്ലി ഇനീഷ്യലി ഇന്ന് ഒരു ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഓൺലൈനിലാണ്. വെൽ പ്ലാൻഡ് അല്ല, ഒരു സിസ്റ്റം സ്ട്രക്ചർ അല്ലാത്തൊരു ടീം. എന്നാൽ ഓൽക്ക് അറിയാം ബേസിക് ആയിട്ടുള്ള കുറച്ച് കോഴ്സുകൾ കാര്യങ്ങളൊക്കെ ഓൽക്ക് ഉണ്ട്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആക്ച്വലി എന്താ വെച്ചാൽ ഇപ്പൊ വേറെ എവിടത്തെങ്കിലും ഒരു സിസ്റ്റം വെച്ചിട്ട് ഇവിടെ റൺ ചെയ്യൽ പോസിബിൾ അല്ല. കാരണം അത് നമ്മളതായിട്ടുള്ളൊരു ബിസിനസ് സ്ട്രക്ചർ ആയിരിക്കും വരിക. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ ഒരു MVP മോഡൽ, ഇനീഷ്യലി എന്താണ് ആ യൂസറിന് ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഒരു സാധനം മാത്രം ചെയ്യാം. ഓക്കെ, അപ്പോൾ അവർ ഫസ്റ്റ്ലി ഇതിലേക്ക്, അതായത് ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ? സ്റ്റാർട്ടിങ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ലേണിംഗ് ആപ്ലിക്കേഷൻ സ്റ്റേജ് ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും മിനിമലൈസ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ഒരുപാട് ഇപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവും വലിയ ലാർജ് സ്കെയിൽ ഇന്ന ഫീച്ചർ വേണമെന്നുള്ളത്. അപ്പൊ നമുക്ക് തന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ ലാർജ് സ്കെയിൽ ഓഫ് മോഡൽ പ്രൊഡക്ട്സുകൾ ഉണ്ടാകും, പക്ഷെ ഇത് ബാലൻസ് ചെയ്യാൻ അവർക്ക് കഴിയില്ല. കാരണം മൾട്ടിപ്പിൾ വർക്കുകൾ ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള ടീം ഉണ്ടാവില്ല എന്നുള്ളൊരു എഫിഷ്യൻസി ഉണ്ടാവും. അതിനെ പക്ക ടീമിനെ ട്രെയിൻ ചെയ്ത് കൊടുക്കാനും ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് വേ ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ വെച്ചാൽ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു MVP മോഡലും ഇനീഷ്യലി ആ യൂസറിന് എന്താണ് വേണ്ടത് അത് മാത്രം ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഒരു റെക്കോർഡിംഗ് ക്ലാസ് മാത്രമാണ് മാച്ച് ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് ബൈ ചെയ്യുക, ഇനീഷ്യലി അവർക്ക് പ്ലേ ചെയ്ത് കാണാം എന്നുള്ള രീതിയിലേക്ക് തുടങ്ങുക. എന്നിട്ട് ആ യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്കിനനുസരിച്ചും അതിലുള്ള ഫ്ലോ മനസ്സിലാക്കിയിട്ട് ബെറ്റർ ആക്കി കൊണ്ടുവരാം. അത് ഇനീഷ്യലി ഒരു MVP ഇറക്കിയിട്ട് ചെയ്യുന്ന എല്ലാ കമ്പനീസും നമ്മളത് ചെയ്യുമ്പോൾ ഒക്കെ എന്താണ് സക്സസ് റേറ്റ് കൂടുതലാണ്. കാരണം അവർക്ക് ഈസിയാണ് മാനേജ് ചെയ്യാൻ. ചിലപ്പോൾ ഒരു 1% വരെ ഇത് മൊത്തത്തിൽ മാനേജ് ചെയ്യാൻ പറ്റും. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരെ വേണ്ടി വരും, അതിന്റെ സ്കില്ലുള്ള ആൾക്കാരെ വേണ്ടി വരും. ഇത് എന്ത് സ്കില്ലുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടെന്ന് പോലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഏറ്റവും മിനിമലൈസ് ചെയ്ത് കയ്യൊന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമലൈസ് ജസ്റ്റ് ഓഫ് ലോഗിൻ റെക്കോർഡിംഗ് ക്ലാസ് പ്ലേ ചെയ്യുന്ന രീതി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ബെറ്റർ ആക്കുക ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തിട്ട്. ഇപ്പോൾ ഒരു ന്യൂലി ആയിട്ട് ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ അവർക്ക് മാർക്കറ്റിൽ അക്സെപ്റ്റൻസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ന്യൂലി വരുമ്പോൾ ഇല്ല, 100% ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടാവില്ല. അത് നല്ല രീതിയിലേക്ക് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ആപ്ലിക്കേഷന്റെ കേസ് നോക്കുകയാണെങ്കിൽ നല്ല ഡൗൺലോഡ്സ് കാണുന്നതിന് ഒരു വാല്യൂ ഉണ്ട് ആൾക്കാർക്ക്. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ ചിലപ്പോൾ ഇവര് ഫ്രീ ഓഫ് കോൺസെപ്റ്റിൽ വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും കുറച്ച് സ്റ്റുഡൻസ് ഫ്രീ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ആ കൊടുത്ത കോണ്ടന്റ്സിനനുസരിച്ച് ടെസ്റ്റിമോണിയൽസ് എടുത്തതിന് ശേഷം അത് ഷോ ചെയ്യേണ്ടി വരും. ഇവര് മാർക്കറ്റിൽ അക്വയർ ചെയ്തെടുത്തിട്ട് വരേണ്ടി വരും. മാർക്കറ്റ് ചെയ്തിട്ട് അക്വയർ ചെയ്തിട്ട് കസ്റ്റമർ ബേസ്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഫേസ് മാത്രമാണ് ഒരു ലാർജ് സ്റ്റെപ്പ് ഉണ്ടാവും. പക്ഷെ എന്നാലും നല്ലൊരു ബഡ്ജറ്റ് ആയിട്ടുള്ള രീതിയിലേക്കാണ് ഇവർ കോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവര് എന്തായാലും നമ്മൾ ഓപ്റ്റ് ചെയ്യാൻ ചാൻസ് ഒന്നുകൂടി കൂടും കൺവേർട്ട് ചെയ്യും. കാരണം ജസ്റ്റ് ഫസ്റ്റ് ഫേസിൽ തന്നെ ഒരു ലാർജ് സ്കെയിൽ ഇപ്പോൾ ഒരു നല്ലൊരു എമൗണ്ടിലാണ് നമ്മൾ കോഴ്സ് സെല് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ലീഡ് ത്രൂ കണക്ട് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാൻ ബെറ്റർ ഓപ്ഷന്. കാരണം അതല്ലാത്ത സമയത്ത് ഇത് ത്രൂ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഒരു ബ്രാൻഡ് പൊസിഷൻ വേണം, പൊസിഷനിങ് നല്ല രീതിയിൽ വേണം. എന്നാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ട് നേരെ ഡയറക്റ്റ് ചെയ്തിരുന്ന് ബൈങ് കൊടുക്കാൻ പറ്റും ആപ്ലിക്കേഷനിലോ വെബ്സൈറ്റിലോ. ഇതല്ലാത്ത സിനാരിയോയിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലീഡ് ത്രൂ കണക്ട് ചെയ്തിട്ട്. ഇപ്പൊ മാച്ചർ ആയിട്ടുള്ള പല കമ്പനീസുകളും അങ്ങനെ തന്നെ ചെയ്യുന്നത്, വലിയ കമ്പനീസ് തന്നെ. കാരണം ലീഡ്സ് വരുന്നു, അവർക്ക് ഈ കോഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു, പേയ്മെന്റ് നമുക്ക് പേയ്മെന്റ് ലിങ്കോ അല്ലെങ്കിൽ ആപ്പ് ത്രൂ തന്നെ വൈ ചെയ്യാൻ വേണ്ടി അവരെ ട്രെയിൻ ചെയ്തിട്ട് മാത്രം ഇതിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ നമ്മളിപ്പോ ഒരു 1000 രൂപക്കോ 500 രൂപക്കോ അല്ലെങ്കിൽ 2000 രൂപക്കോ കൊടുക്കുന്ന കോഴ്സിലോ ഒന്നും അത് നല്ലതല്ല. കാരണം അത് ഡയറക്റ്റ് ആൾക്കാർ വന്ന് വാങ്ങിക്കുക എന്ന് വെച്ചിട്ടായിരിക്കും. ഒരു ആവറേജ് ഒരു 1000+ ഒക്കെ ഉണ്ടെങ്കിൽ 10K പ്ലസ് ഉണ്ടെങ്കിൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതുപോലെ പോവാം. അല്ലെങ്കിൽ അതേ കേസിൽ തന്നെ ഇപ്പൊ ഈ സ്മോൾ സ്കെയിൽ ബിസിനസ് എന്ന് പറയുമ്പോൾ മേ ബി
ഈ ലേണിംഗിലേക്ക് വരുന്നതിന് മുന്നേ അവർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സപ്പോസ് അങ്ങനെ വിചാരിക്കും. അവരിപ്പോ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം അഡോപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധിതമാവുന്ന ഒരു സാഹചര്യം എങ്ങനെ വരുന്നത്? സാഹചര്യം സ്കെയിലബിലിറ്റിയാണ്. അങ്ങനെ ഒരു ആഗ്രഹം വരുമ്പോ കാരണം സ്കെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ ഇത് എന്ന് പറയുന്നത് വെച്ചാൽ 24 hours ഇത് വർക്കിംഗ് മെത്തേഡാണ്. ഇപ്പൊ നമുക്കൊരു ക്ലാസ്സിൽ ഒരാൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വൺ ടൈം ഇപ്പൊ നമ്മൾ ഈ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് എനി ടൈം ആൾക്കാർക്ക് ഏത് ടൈമിലും നമ്മൾ ഇവരെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇന്ന പോലെ തന്നെ നമ്മൾ വൺ ടൈം ഇതിനൊരു എഫേർട്ട് എടുത്ത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എത്ര കാലം വേണോ ഇത് റൺ ചെയ്യാൻ പറ്റും, അത് അത്രയും റൺ ചെയ്തുകൊണ്ടിരിക്കാം. നമ്മളൊരു സംസാരിക്കുന്ന ഒറ്റ ടൈം മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൂ. മറ്റേതാണെന്നുണ്ടെങ്കിൽ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ ബാച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്ന റിപ്പീറ്റേഷൻ കൂടുതലാണ്. അതിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. പക്ഷേ ഇത് എത്ര ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ? മനസ്സിലായി? ലിമിറ്റഡ് ഓഡിയൻസ് ആണ് ഓഫ്ലൈനിൽ പറ്റുക. ഇത് ലാർജ് സ്കെയിൽ ഓഫ് ഓഡിയൻസിലേക്ക് അക്വയർ ചെയ്തിട്ട് ഒരു വലിയൊരു ബ്രാൻഡ് ആവാനും അതിനെ സ്കെയിൽ ചെയ്യണം എന്നുള്ളതും ഒരു ലാർജ് സ്കെയിൽ ഓഫ് നമ്മളത്തെ സ്കില്ലിനെ ലാർജ് സ്കെയിൽ ഓഫ് യൂസേഴ്സിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇത് ഓക്കെ ആവുക. ഇപ്പോ ഈ ഒരു കേസിൽ തന്നെ ഇപ്പൊ ഈ സ്മോൾ സ്കെയിൽ ബിസിനസ് അവർ ഗ്രോ ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റുഡൻസ് നിർബന്ധമാണ്. അപ്പോൾ ഇവർ ഈ സ്മോൾ സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു 30 സ്റ്റുഡൻസ് സപ്പോസ് നമുക്ക് അങ്ങനെ വിചാരിക്കും. ഈ 30 സ്റ്റുഡൻസിനെ അവർ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർ റെഫറൽ ത്രൂ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന വേറൊരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ അവർക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെ സ്റ്റുഡൻസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഇവരെ CRM എങ്ങനെ കറക്റ്റ് ചെയ്യണം, അതിന് വേറെ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണോ അതോ ഈ ഒരു സിസ്റ്റത്തിൽ മാത്രം മോഡലിനനുസരിച്ചാണ്. ഇപ്പൊ എല്ലാ ബിസിനസിനും അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഇപ്പൊ ചില ബിസിനസിന് നമുക്ക് ഈസി, ഇപ്പൊ നമ്മൾ ചീപ്പ് പ്രൈസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാർജ് യൂസേഴ്സിനെ അക്വയർ ചെയ്യണം. ഇപ്പൊ നമ്മളൊരു 10K അല്ലെങ്കിൽ 20K പ്ലസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30 to 50 സ്റ്റുഡൻസിനൊക്കെയാണ് മാനുവലി നമുക്ക് എന്താണ് ചിലപ്പോൾ കോൾ ചെയ്തിട്ടൊക്കെ കാര്യങ്ങൾ. കാരണം റെക്കോർഡിംഗ് സെക്ഷൻസ് റൺ ചെയ്യുന്നുണ്ട്, അവരോട് ട്രീറ്റ് ചെയ്യേണ്ടി വരും, അവർ കാണുന്നുണ്ടോ വാച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ മാനുവലി അസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും ഫസ്റ്റ് സ്റ്റേജിൽ. പിന്നെ ലാർജ് സ്കെയിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. എവിടെയാണ് ആ പ്രശ്നം വരുന്നത്, നമ്മളൊരു ടൈം എവിടേക്കോ പോകുന്നതോ അതൊക്കെ സിസ്റ്റം കൊണ്ട് നമ്മൾ എന്താണ് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം ഓരോ ടൈമിലും. ഇതല്ലാത്ത ഫസ്റ്റ് തന്നെ നമുക്ക് ഇവരെ ട്രാക്ക് ചെയ്യുന്നതും മറ്റേത് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇതൊന്നും ചിലപ്പോൾ ആൾക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നില്ല. ഓരോ ടൈമിൽ ഇനീഷ്യലി ഇംപ്ലിമെന്റ് ചെയ്ത് വരിക. ഫസ്റ്റ് ഉള്ള സാധനത്തിൽ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ സ്റ്റുഡൻസ് പഠിക്കാൻ തയ്യാറാവില്ല. പിന്നെ സെക്കൻഡ് ഫേസിൽ ഇത് ലാർജ് സ്കെയിലായി, ഇത് സ്റ്റുഡന്റിന്റെ കൂടെ ആവശ്യമായി മാറണം. നമ്മളെ പ്ലാറ്റ്ഫോം ത്രൂ പഠിക്കണം. അതൊരു ക്രെഡിബിലിറ്റിയും അവർക്കൊരു വലിയൊരു നേട്ടം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംഭവം. നമ്മളൊരു ബ്രാൻഡ് ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ അടുത്തേക്ക് സ്റ്റുഡന്റ് വരുന്ന ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈ കേസിൽ ഇപ്പോൾ ഈ സ്മോൾ സ്കെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ജസ്റ്റ് എന്താണ് ഒരു അഡ്വൈസ് എന്നുള്ള നിലക്ക് ആസ് എ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനി റൺ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു ലേണിംഗ് ആപ്പ് അവർ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അവരുടെ പ്ലാറ്റ്ഫോമിന്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു അഡ്വൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഓൾറെഡി റൺ ചെയ്യുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഓൾക്ക് അറിയാൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് പ്ലാൻ ഉള്ളതെന്നൊക്കെ. പക്ഷെ എന്നാലും നമ്മൾ പറയുന്നതാണ് ഏറ്റവും ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുക. ഇനീഷ്യൽ വയബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ആദ്യം വേണ്ട എന്താണോ യൂസേഴ്സിന് വേണ്ടത് അത് ചെയ്യുക. പിന്നെ അവരെ എന്തൊക്കെയാണ് ട്രീറ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളും എലമെന്റ്സ് മെല്ലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ആഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഉള്ള റെഗുലർ യൂസേഴ്സിനോട് ചോദിച്ചു നോക്കുക, ഓരോ ഫീച്ചേഴ്സ് ഓരോ ടൈമിൽ ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് എന്താണ് അത് ഓക്കെ ആണോ, ഞാൻ ചിലപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്യേണ്ടി വരും. മറ്റെന്താ വെച്ചാൽ ഒന്നിച്ചൊരു ഒരുപാട് ഫീച്ചേഴ്സ് ലോഞ്ച് ചെയ്തതിനു ശേഷം ഇതൊന്നും യൂസ് ചെയ്യാനോ ഇവരെ ട്രെയിൻ ചെയ്യാനോ അത് പഠിപ്പിക്കാനോ അതിന്റെ യൂസ് കേസ് കറക്റ്റ് ഉണ്ടോ എന്നും കൂടി നമുക്ക് എന്താണ് നോക്കാൻ പറ്റില്ല. നമ്മൾ ട്രയൽ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനീഷ്യൽ ഒരു വയബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഏറ്റവും സിമ്പിൾ ആക്കാൻ പറ്റുമോ അതാക്കുക. അങ്ങനെ ആകുമ്പോൾ കോംപ്ലക്സ് ഉണ്ടാവില്ല യൂസേഴ്സിന്. അപ്പോ നമ്മളെ ഇനീഷ്യലി നമ്മളെ അടുത്തുള്ള ടീമിനെ വെച്ചിട്ട് തന്നെ എന്താണ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഒരു MVP മോഡലിൽ ബേസിക് ആയിട്ട് നമ്മളൊരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ അതിന്റെ മുന്നായിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ട് യൂസറിനെ അക്വയർ ചെയ്യണോ അതോ നമ്മൾ വൺസ് നമ്മൾ എല്ലാ പ്ലാറ്റ്ഫോം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷമാണോ മാർക്കറ്റ് ചെയ്യേണ്ടത്? ഈ മാർക്കറ്റിംഗ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ അതെങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഇപ്പൊ ലാർജ് സ്കെയിൽ ഇപ്പൊ നമ്മളൊരു MVP ഇറക്കിയതിന് ശേഷം ആദ്യം തന്നെ ബൾക്ക് ഓഫ് ഓഡിയൻസിലേക്ക് എത്തിക്കരുത്. 100%. ഫസ്റ്റ് ഒരു ട്രയൽ റൺ നടക്കണം. ട്രയൽ റണ്ണിൽ നമുക്ക് കുറച്ച് സ്റ്റുഡൻസിനെ കൂടുന്നിട്ട് ഇപ്പൊ നമ്മൾ എടുത്ത ഒരു ഈ റെക്കോർഡിംഗ് സെക്ഷൻ ആണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഇത് ഓക്കെ ആണോ, ചിലപ്പോൾ ചില ടീച്ചേഴ്സ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന രീതി കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ മാറ്റം വരുത്തുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ മാറ്റം വരുത്തിയിട്ടോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ചേഞ്ചസുകൾ ഇങ്ങനെ മെല്ലെ വരുത്തിയതിനു ശേഷം മാത്രമാണ് ഇത് ഓക്കെയാണ്, ഇതൊരു വയബിൾ പ്രൊഡക്റ്റ് ആയിട്ടുണ്ട്
അതെങ്കിൽ ആൾക്കാർക്ക് വേണ്ടതാണ്, മാർക്കറ്റിലേക്ക് ആവശ്യമുള്ളതാണ് കാണുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മൊമെന്റിൽ നമുക്ക് എന്താണ് സ്കെയിൽ ചെയ്യാം. അല്ലാത്ത സമയത്ത് നമ്മൾ എന്താണ് ഇതൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം സ്കെയിൽ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിയ രീതിയിലൊരു ട്രാക്ഷന് കിട്ടില്ല. ചിലപ്പോൾ നമുക്ക് ആദ്യം ഓഡിയൻസിന് വേണ്ട സാധനം എന്താണെന്ന് മനസ്സിലാക്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ബൾക്ക് ഓഡിയൻസ് വരും, എന്നിട്ട് ഇവര് ആകെ ക്ലാഷ് ആയിരിക്കും. പിന്നെ നമുക്ക് ആ ബ്രാൻഡിങ്ങിനെ നിലനിർത്താനോ കാര്യമോ പറ്റില്ല. ഫസ്റ്റ് വരുമ്പോൾ ഏറ്റവും സിംപ്ലിഫൈ ചെയ്യാൻ, കാരണം ഓക്കെ നമ്മൾ ഓഫ്ലൈനിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, അത് ഓൺലൈനിൽ ചിലപ്പോൾ നമ്മൾ അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. അത് നമ്മൾ സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസിന്റെ ഫീഡ്ബാക്കിനനുസരിച്ച് ചെയ്യണം. കാരണം ഒരു 10, 20, 30 സ്റ്റുഡൻസിനെ വെച്ചിട്ട് ആദ്യം ഇതൊന്ന് ട്രയൽ റൺ ചെയ്തിട്ട് അവരുടെ ഫീഡ്ബാക്കിനനുസരിച്ച് മാറ്റണോ കാര്യങ്ങൾ ഇങ്ങനെ ട്രയൽ ചെയ്ത് പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രം എന്താണ് വർക്ക്ഔട്ട് ചെയ്യുക. അല്ലാതെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിലിപ്പോ അവർ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺസ് ഇപ്പോ ഫസ്റ്റ് കേസിൽ ഇപ്പോ ഒരു എല്ലാവർക്കും അടുത്ത കൺസേൺ വരെ പൈസ, അതായത് നമ്മളെ എമൗണ്ട് എത്ര, ക്യാഷ് എത്ര എടുക്കണം എന്നില്ല. ഇപ്പോൾ ഒരു ആപ്പ് ബിൽഡ് ചെയ്യണതാണോ അത് കഴിഞ്ഞിട്ട് ഇത് മാർക്കറ്റ് ചെയ്യുന്നതിലാണോ അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് കേസിൽ ആപ്പ് ബിൽഡ് ചെയ്യുന്നത് നോക്കണം. നമ്മൾ വിഷൻ ആറും ഇപ്പൊ ചിലപ്പോൾ മാർക്കറ്റിലെ ഒരു പ്രോഡക്റ്റ് ബേസ് ചിലപ്പോൾ നമുക്ക് എടുത്ത് സെറ്റപ്പ് ചെയ്താൽ മതിയാവും. ഇനി അതല്ലെങ്കിൽ നമ്മൾ വിഷൻ എങ്ങനെയാണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണോ. വിഷൻ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് ബേസ് വെച്ചിട്ട് ചെയ്യുന്നത് അത്ര ബെനിഫിറ്റ് ആവും. ഇപ്പൊ പ്രൊഡക്റ്റ് ബേസ് എന്ന് പറയുമ്പോൾ പല നമ്മുടെ വ്യൂസിനും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ഈ പ്രൊഡക്റ്റ് ബേസ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുമ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. പ്രൊഡക്റ്റ് ബേസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച പ്രൊഡക്ട്സ് ആണ്, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, നമുക്കൊരു ക്ലാസ് പ്ലസിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. അതൊക്കെ അതിനെ ബേസ് ചെയ്ത് പോകുന്നതാണ്. ക്ലാസ് പ്ലസ് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലാണ്. പക്ഷെ എല്ലാവർക്കും സിമിലർ മോഡലായിരിക്കും. കാരണം പ്രൊഡക്റ്റ് ബേസിൽ എന്താ വെച്ചാൽ അവർ തരുന്ന കുറച്ച് ഫീച്ചേഴ്സുകൾ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മളത് ഉണ്ട് പ്രൊഡക്റ്റ് ബേസ്, നമ്മളത് എന്താണ് നമ്മൾ കൊടുക്കുന്ന ഫീച്ചേഴ്സ് മാത്രമാണ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് പറ്റും എങ്ങനെ, നമ്മൾ പുതിയത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അവർക്ക് കിട്ടും. അതല്ലാതെ നമുക്ക് നമ്മൾ റൂട്ട് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്, പല ത്രൂ ആണ് പോകുന്നത്, കസ്റ്റമൈസ് ചെയ്യാൻ അത് പറ്റില്ല. അതാണ് ഇപ്പൊ നമ്മളതാണെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ലാർജ് സ്കെയിൽ ഓഫ് സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് പിന്നെ നമ്മളൊരു ഓഫ്ലൈൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് എടുത്തതിന് ശേഷം പിന്നെ മറ്റേലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും, കസ്റ്റമറിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഈ സെയിം ആപ്പിൽ തന്നെ സെയിം ആപ്പിൽ സെയിം യൂസേഴ്സ് സെയിം മാറ്റിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും. ആ പ്രോഡക്റ്റ് ബേസ് ചൂസ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ചിലപ്പോൾ കസ്റ്റമറിന്റെ ആയിരിക്കും. അത് പ്രിഫർ ചെയ്യണത് കസ്റ്റമർക്ക് എന്താണോ വിഷന് അവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഏത് ചെയ്യണം അതിനെ ബേസ് ചെയ്തിട്ടാണ്. ചിലപ്പോൾ ഒരു MVP ചെയ്തിട്ട് ഇനീഷ്യലി ഒരു വയബിൾ പ്രൊഡക്റ്റ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ നമുക്കൊരു ലാർജ് സ്കെയിൽ ഓഫ് മോഡലിലേക്കാണ് പ്ലാൻ പോകുന്നുണ്ടെങ്കിൽ കസ്റ്റം ബിൽഡിലേക്ക് ഓപ്റ്റ് ചെയ്യാം ഫസ്റ്റ് ഫേസിൽ. ഞാൻ അതല്ല വെൽ പ്ലാൻഡ് അല്ല, ജസ്റ്റ് ഓഫ് ട്രയൽ ആണ്, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എത്ര കോൺഫിഡൻസ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് പ്രോഡക്റ്റ് ബേസ് ചൂസ് ചെയ്തിട്ട് അത് ഓക്കെ ആണ്, ഓക്കെ ട്രാക്ഷൻ ആയി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മൂവ് ചെയ്യാം. അല്ലാത്ത സമയത്ത് അല്ലാതെ വെൽ പ്ലാൻഡ് ആണ്, അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് ഇന്ന രീതിയിലേക്കൊക്കെ എത്തണം എന്നുള്ള കുറച്ചെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ട്സ് കസ്റ്റം ബിൽഡിലേക്ക് പോവാം. അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു ട്രയൽ എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു പ്രോഡക്റ്റ് ബേസിലേക്ക് ചൂസ് ചെയ്യാം. അത് നമ്മുടെ ക്ലയൻസിനോട് തന്നെ പറയുള്ളൂ. കാരണം ഒരു ഇതില്ലെങ്കിൽ, ഒരു അത്യാവശ്യം ഒരു പ്ലാൻ ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും പ്രോഡക്റ്റ് ബേസിലേക്ക് പോവാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് സ്വിച്ച് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യും. മാർക്കറ്റിംഗിന്റെ കേസിലാണെങ്കിൽ ഇവർ എത്ര മാത്രം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? അതെ, ഒരു ആവറേജ് റേഷ്യോ എന്നൊക്കെ മാർക്കറ്റ് റേഷ്യോ വെച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്ട്സിന് നമുക്ക് ഒരു 10K ആണ് പ്രൈസിങ് വരികയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ഒരു 2 മുതൽ 3K വരെയെങ്കിലും ഒരു കസ്റ്റമർ അക്വയർ ചെയ്യാൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് മാർക്കറ്റ് സ്റ്റാൻഡേർഡ്. ഇതല്ലാതെ നമ്മളൊരു പ്രൊഡക്റ്റ് 200 രൂപയ്ക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ട് 10 ആൾക്കാരെ കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വയബിൾ ആവില്ല. ഇതൊരു സർവീസ് ബേസ്ഡ് മോഡൽ ആകുമ്പോൾ നമുക്ക് എന്താണ് ആവറേജ് ഒരു 20 to 30% എങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതിന്റെ ഉള്ളിൽ ക്ലോസ് ആവും. നല്ല മാർക്കറ്റ് നല്ലൊരു കണ്ടീഷൻ പ്രൊഡക്ട്സ് ആണെങ്കിൽ 100% ആവറേജ് ആണ് അതിന്റെ റേറ്റ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് സെല് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് നമുക്കൊരു സ്മോൾ സ്കെയിൽ ബിസിനസ്സിന് അവരെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇനി നമ്മളൊരു നെക്സ്റ്റ് സ്റ്റേജിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതായത് മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലാർജ് സ്കെയിൽ, അതായത് കൺസിസ്റ്റന്റ്ലി നമ്മുടെ മാർക്കറ്റിൽ വലിയൊരു ടീം സ്വിച്ച് ചെയ്യുന്ന രീതിയിലോട്ട് ആ രീതിയെ കുറിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.